നമസ്കാരം. ഷിബിഡിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ പെട്ടെന്നുള്ള ഒരു റിവിഷനിലേക്ക് വന്നു. അതിൽ 1-2 യൂണിറ്റുകൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യ പാഠം പ്രലോഭനമാണ്. പ്രലോഭനം 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉണ്ണായി വാര്യർ എന്ന സാഹിത്യകാരൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥയിലെ 2ാം ദിവസത്തെ 3ാം രംഗമാണ് നമുക്ക് പ്രലോഭനം എന്ന ഭാഗമായി തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിവൃത്തം എന്താണ്? ദമയന്തിയുടെ സ്വയംവര വാർത്ത അറിഞ്ഞ കലി പുഷ്കരനെ പ്രലോഭിപ്പിച്ച് തൻ്റെ പ്രലോഭനത്തിൽ ഒതുക്കുന്നതാണല്ലോ പാഠഭാഗം. കോപ മത്സരങ്ങൾക്ക് വശംവദനായ കലി ധോവരനോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാണല്ലോ സന്ദർഭം. അപ്പോൾ ഇവിടെ പുഷ്കരനെ കാണുന്നു കലി. അപ്പോൾ തന്നെക്കുറിച്ചുള്ള വിഷമങ്ങളെല്ലാം പുഷ്കരൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. എനിക്ക് അമിത്രവീരന്മാരെ അമർക്കുന്ന വൻപടയും ഒന്നുമില്ല, ഞാൻ ബഹുജനാണെന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു മേന്മയായി പറയാനുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ദുഷ്കരമായിട്ടൊന്നുമില്ല, എൻ്റെ സഹായം ഉണ്ടെങ്കിൽ ആർക്കും ദുഷ്കരമായിട്ടൊന്നുമില്ല, അത് കേൾക്കുക എന്നാണ് കലി പുഷ്കരനോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസംതൃപ്തനായ അല്ലെങ്കിൽ നിരാശനായ പുഷ്കരനെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും തൻ്റെ ആ നളൻ്റെ രാജ്യം തട്ടിയെടുക്കാനാണ് കലി ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ നമ്മൾ നോക്കണം. സോപതേയ എന്നുള്ള 2 വാക്കുകൾ അർത്ഥവ്യത്യാസം ചോദിക്കാൻ ചാൻസ് ഉള്ള 2 വാക്കുകളാണ്. സോപത എന്നുള്ളത് തനിക്ക് ആപത്തിനായെന്നും സോപതേയം എന്നുള്ളത് ധനം എന്നാണ് അർത്ഥം. വൈരസേനി അതായത് നളന് എതിരാളിയാണ് താനെന്ന് കലി പറയുകയും അതോടൊപ്പം തൻ്റെ ഉണ്ടെങ്കിൽ തനിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ പുഷ്കരന് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ചൂത് കളിക്കാനായി നളനെ ക്ഷണിക്കുന്നത്. പഴുതെ ഞാൻ എന്തേ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പുഷ്കരൻ തൻ്റെ വിഷമങ്ങളെല്ലാം ഈ അപരിചിതനായ കലിയോട് പങ്കുവയ്ക്കുന്നു. അതിൽ നിന്നാണ് കലി പുഷ്കരൻ തൻ്റെ ജീവിതത്തിൽ നിരാശനാണ്, അവനെ ഈ ഒരു പ്രലോഭനത്തിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്കും ജീവിതത്തിൽ പലവിധ പ്രലോഭനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് TV ഒരു പ്രലോഭനമാണ്, ഫോണ് ഒരു പ്രലോഭനമാണ്. പക്ഷേ ഇതൊക്കെ പ്രലോഭനങ്ങളിൽ നിന്ന് കുട്ടികൾ അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത പാഠം യുദ്ധത്തിൻ്റെ പരിണാമമാണ്. വല്ലപാടും നേടിയൊരു വിജയമായിരുന്നല്ലോ പാണ്ഡവരുടേത്. മഹാഭാരത കഥാസന്ദർഭങ്ങളിലൂടെയുള്ള കുട്ടിക്കൃഷ്ണമാരാരുടെ മാനസ പര്യടനമാണ് ഭാരത പര്യടനം എന്ന് പറയാം. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇതിനകത്ത് വരുന്ന ദുര്യോധന അശ്വത്ഥാമാവുമാണ്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയിൽ നടക്കുന്ന കുരുതിയാണ് ഇതിനകത്തെ പ്രതിപാദ്യം. അപ്പോൾ മാരാര് ഈ കഥാപാത്രങ്ങളെ വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഈ കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് ഒരു കരാർ ഉണ്ടായിരുന്നില്ല. ആ കരാറുകളിൽ ലംഘിച്ചുകൊണ്ട് വല്ലപാടുമാണ് പാണ്ഡവർ വിജയം നേടിയത്. അതൊരു ധർമ്മയുദ്ധം ആയിരുന്നില്ല. ഇതേ സമയം അവസാന ദിവസം 18ാം ദിവസം വീണ് കിടക്കുന്ന ദുര്യോധൻ്റെ അടുക്കലേക്ക് കൃതവർമാവ് അശ്വത്ഥാമാവ് 3 പേരെത്തുകയാണ്. അതിൽ അശ്വത്ഥാമാവാണ് ദ്രോണരുടെ പുത്രൻ. അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും താൻ വിജയം നേടിയെടുക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കുകയും ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് കൈകൊണ്ട് അടുത്ത സേനാധിപതിയെ അഭിഷേകം വാങ്ങിക്കൊണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പടപ്പാളയത്തിൽ ചെന്ന് ആ ശാന്തമായ പടപ്പാളയത്തിൽ എല്ലാവരെയും ഇവർ 3 പേരും കൂടെ കൊന്നൊടുക്കിയിട്ട് പുലർച്ചെ ദുര്യോധനോട് വന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദുരന്ത വാർത്ത അറിഞ്ഞ് പാഞ്ചാലി ശപഥം ചെയ്യുന്നു താൻ പ്രായോപവേശം, അതായത് ദർഭപ്പുലിൽ കിടന്ന് ആത്മഹത്യ ചെയ്യും, നിരാഹാരവ്രതം കിടന്ന് മരിക്കും എന്നുള്ളതായിരുന്നു. അതിനാണ് പാഞ്ചാലിയെ പ്രീതിപ്പെടുത്താനായി ഭീമൻ അശ്വത്ഥാമാവിനെ തേടിപ്പോകുന്നു. അപ്പോൾ ഈ അശ്വത്ഥാമാവ് പകയുടെ പ്രതിരൂപമായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. ആ അസ്ത്രം പാണ്ഡവരുടെ ഗർഭത്തിലേക്ക്, അതായത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് തന്നെ അവൻ അത് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവൻ പകയുടെ പ്രതിരൂപം. ബാല ജീവിത ഖാദി ആണ് ഇവൻ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അശ്വത്ഥാമാവിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. ദുര്യോധനൻ്റെ കഥാപാത്ര നിരൂപണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാലോ 18ാം ദിവസത്തെ യുദ്ധം വളരെ ഒഴിവാക്കാമായിരുന്ന ഒന്നാണ് ആ ഒരു അരിങ്കൊല. അപ്പോൾ സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവന്നു, പക്ഷേ കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്ന് പറയുന്നതിനൊപ്പമാണ് ഇവർക്ക് അന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു പ്രമാദം, അതായത് ശ്രദ്ധക്കുറവ് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് ഈ ഭാഗത്ത് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് അർജുനൻ അസ്ത്രം പ്രതിസംഹരിച്ചു, പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു? എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവിന് അസ്ത്രം പ്രതിസംഹരിക്കാൻ കഴിയാത്തത്? 2 കാരണങ്ങളാണ്. അതായത് ഒന്ന്, അവൻ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചില്ല. മറ്റൊന്ന്, അത് തിരികെ വിളിച്ചാൽ അത് അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും തല തെറിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വരിയിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ട്
പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ആത്മാവിന്റെ വെളിപാടുകളാണ് തൊട്ടടുത്ത പാഠം. പ്രസിദ്ധനായ റഷ്യൻ നോവലിസ്റ്റ് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എന്ന നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായ സാഹിത്യകാരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10ാമത്തെ അധ്യായമാണ് ആത്മാവിന്റെ വെളിപാടുകൾ. അപ്പോൾ വളരെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ ദസ്തയേവ്സ്കി. പക്ഷെ അദ്ദേഹം പിന്നെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൂടുതൽ കുരുക്കുകളിലേക്ക് ജീവിതം പോകുമ്പോഴും അദ്ദേഹം പറയുന്നു, സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ എന്തല്ല, ജീവിതമല്ല. അപ്പൊ ഇത്രയും പ്രസാദാത്മകമായ ഒരു വീക്ഷണം നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു പാഠഭാഗം ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് സഹിക്കാനൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് താൻ ഇതിനെ കൂടുതൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും താൻ കൂടുതൽ ജീവിതത്തെ സ്നേഹിക്കുകയാണെന്നാണ് ദസ്തയേവ്സ്കി പറയുന്നത്. അദ്ദേഹത്തിന്റെ കഥയുടെ ചുരുക്കെഴുത്തുകാരിയായി സ്റ്റെനോഗ്രാഫറായി വരുന്ന അന്നയാണ് ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. അപ്പൊ ഇവിടെ വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയാണ് തൻ്റെ ജീവിതം. ഒരു പേക്കിനാവ്, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം പോലെ ആ ജീവിതം അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം, സഹോദരൻ മൈക്കിളിന്റെ മരണം, സഹോദരൻ മൈക്കിൾ നടത്തിയിരുന്ന എപ്പോക്ക് എന്ന മാസിക അത് ഇല്ലാതായതിനു ശേഷം ഉണ്ടായ കഠിനമായ സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഞെരുക്കുന്നുണ്ടെങ്കിലും ജീവിതത്തോട് വളരെ സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം ഇടപെടുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനിടയിൽ പറഞ്ഞ തീയതിക്കകം നോവൽ എഴുതി കൊടുത്തില്ലെങ്കിൽ സ്റ്റെല്ലിയോവ്സ്കി എന്ന പ്രസാധകൻ ഇദ്ദേഹത്തിന്റെ കൃതികളുടെ എല്ലാ അവകാശം കൈക്കലാക്കുമെന്നും പറയുന്നു. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലാണ് ദ ഇഡിയറ്റ് എന്ന നോവൽ. അതിൽ ഇപ്പോലിത്ത് എന്ന കഥാപാത്രമാണ് പ്രധാന കഥാപാത്രം. അപ്പൊ ഈ ഒരു ജീവിതത്തിന്റെ ഞെരുക്കത്തിനിടയിൽ അന്നയുടെ വരവും അവളുടെ സ്വാമീപ്യവും അദ്ദേഹത്തിന് കൂടുതൽ ആശ്വാസം പകരുന്നതായിട്ടാണ് കാണുന്നത്. നിലമുഴുന്നത് പോലെ, പാറ പൊട്ടിക്കുന്നത് പോലെ അല്ല, സർഗവ്യാപാരമാണ് എഴുത്തെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. 4ാമത്തെ യൂണിറ്റിന്റെ തുടക്കത്തിലെ വാക്കുകൾ സർഗതാളങ്ങളിൽ പാബ്ലോ നെരൂദയുടെ പൊയട്രി എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കവിതയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കാവ്യ പ്രചോദനത്തെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അക്കർമാശിയാണ് അടുത്ത പാഠം. അപ്പോൾ ഇന്ത്യയിലെ ദളിത് സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ മറാഠി എഴുത്തുകാരനായ ശരൺകുമാർ ലിംബാളയുടെ പ്രശസ്തമായ ആത്മകഥോപാഖ്യാനമാണ് അക്കർമാശി. അദ്ദേഹം ഒരുപാട് ജാതി മത വിവേചനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ വ്യക്തിത്വം തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുമാർ മാമയുണ്ട്, ശാന്ത അത്യയുണ്ട്. ഇവർ രണ്ടുപേരാണ് ബാല്യകാലത്തിൽ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചത്. പിന്നെ അദ്ദേഹം ചവറ് പറക്കാൻ പോയ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മിനുസമുള്ള കടലാസുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ, അല്ലെങ്കിൽ മിഠായി കടലാസുകൾ കാണുമ്പോൾ വായിൽ വെള്ളമൂറുന്ന ഒരു ബാലനായിരുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു കടലാസ് വായിക്കാൻ വേണ്ടി എടുത്താൽ ഉടനെ ശാന്ത മുത്തശ്ശി അത് പിടിച്ചു വാങ്ങും. കാരണം ഇതുകൊണ്ട് വിറ്റിട്ട് വേണം ഇവർക്ക് അന്നത്തിനുള്ള വക ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വാരിക്കൂട്ടുന്ന ചവറിൻ്റെ എങ്കിലും വിലയുണ്ടോ ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയാണ്. ഇതും നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ, നിങ്ങളുടെ ഒരു പ്രായത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുട്ടി, പിന്നീട് അദ്ദേഹം ഒരു മഹാരാഷ്ട്രയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട്, വൈസ് ചാൻസലറൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ജീവിതത്തിൽ കഠിനമായ വഴികളിലൂടെ കടന്നുപോയവരൊക്കെ നമുക്ക് പ്രചോദനമായി മാറേണ്ട ഒരു സന്ദർഭവും കൂടെയാണ് ഈ പാഠത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശപ്പിനെ കുറിച്ച് പറയുന്നു. പിന്നെ ദാരിദ്ര്യം, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് സ്കൂളിലെ പഠനം, അവിടെ ചെന്നതിന് ശേഷമാണ് ഒരു പുതിയ വ്യക്തിത്വം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എല്ലാം നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു, അവരോടൊപ്പം ചേർന്ന് പഠിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന ശാന്ത മുത്തശ്ശി കൊണ്ടുവരുന്ന ഒരു വാറു പൊട്ടിയ ചെരുപ്പ്, അപ്പോൾ അതുപോലും ഇല്ലാത്തവരാണ് കൂടെ പഠിക്കുന്നവർ. അപ്പോൾ അത് മാത്രമല്ല, അവിടെ അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ കളഞ്ഞു കിട്ടി. അത് തിരികെ കൊടുത്ത് കിട്ടിയ ആ ഒരു സത്യസന്ധതയ്ക്ക് കിട്ടിയ ആ പ്രശംസ അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പോലും കഴിയുന്നില്ല. ആ സത്യസന്ധത നൽകിയ ആനന്ദമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇനി അടുത്തൊരു പാഠം ഞാൻ കഥാകാരനായ കഥയാണ്. അപ്പോൾ മലയാളത്തിലെ പ്രമുഖ കഥാകാരനും സാഹിത്യകാരനും നമ്മുടെ സഞ്ചാര സാഹിത്യകാരന്മാരിൽ പ്രമുഖനുമായ ശങ്കരൻകുട്ടി പൊറ്റക്കാട്ടിൻ്റെ ഞാൻ കഥാകാരനായ കഥ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ വിവരണം തന്നെയാണ്. അപ്പോൾ താൻ കഥാകാരനായത് എങ്ങനെയാണ്, ഒരു മുത്തശ്ശിക്ക്, ഒരു അമ്മയ്ക്ക് അവരുടെ മകനുള്ള കത്തുകൾ എഴുതി കൊടുക്കുകയാണ്. അതായത് ഒരു കുട്ടം പിടിച്ച പട്ടിയെ പോലെ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആട്ടിപ്പായിക്കുന്ന മകന് തൻ്റെ ദുരിതങ്ങൾ വിവരിച്ചുകൊണ്ട് കത്തെഴുതാൻ ആ സ്കൂൾ കുട്ടിയായിരിക്കുന്ന ശങ്കരൻകുട്ടിയുടെ അടുക്കൽ ഈ അമ്മ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ അമ്മ പറഞ്ഞതെല്ലാം സരസ്വതി വിലാസങ്ങളും ചേർത്ത്, അതായത് കുറെ കൂടെ തൻ്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ആ മകന് കത്തെഴുതി. എന്ത് തന്നെ ആയാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മകൻ അമ്മയെ കാണാൻ വന്നു. പക്ഷെ കുറച്ച് ദിവസം മാത്രമേ അമ്മയുടെ ആ ഒരു സ്നേഹം
മകൻ്റെ സ്നേഹം കരുതൽ അനുഭവിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. അമ്മ മരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം ഈ മകനും ഈ ഒരു എഴുത്തുകാരനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആ വൃദ്ധ അന്ധയാണ്. അപ്പോൾ അവർ തൻ്റെ കാര്യങ്ങൾ എഴുതാനായിട്ട് വരുന്നത് ഈ സ്കൂൾ കുട്ടിയുടെ അടുക്കലാണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥകളാണ് അദ്ദേഹം സ്വന്തമായിട്ട് പാകപ്പെടുത്തി കുറച്ച് സരസ്വതി വിലാസങ്ങളും ചേർത്ത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയാമോ? മകൻ അമ്മയെ ഉപേക്ഷിച്ചു പോയ മകൻ്റെ മനസ്സൊന്ന് ഇളക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ മകൻ്റെ സ്നേഹം അധിക ദിവസം അമ്മയ്ക്ക് കിട്ടിയില്ല. അവർ മരണപ്പെട്ടു. അന്ന് എഴുതിയ കത്തുകളാണ് തൻ്റെ ആദ്യകാല ചെറുകഥകൾ എന്നാണ് എസ്.കെ പറയുന്നത്. അപ്പോൾ സാഹിത്യ രചന എങ്ങനെ നടത്തി, തൻ്റെ ആ ഒരു സാഹിത്യത്തിലേക്കുള്ള ആ വരവ് എങ്ങനെയായിരുന്നു എന്നൊരു സാഹിത്യകാരൻ വെളിപ്പെടുത്തുന്ന ദൃശ്യവും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. തൊട്ടടുത്ത പാഠം അശ്വമേധമാണ്. അശ്വമേധം തൂലിക പടവാളാക്കിയ കവിയായ എഴുത്തുകാരനായ ഗാനരചയിതാവായ വയലാർ രാമവർമ്മയുടേതാണ്. മനുഷ്യൻ്റെ സർഗശക്തിയിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വയലാർ രാമവർമ്മ. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ മനുഷ്യൻ കീഴടക്കും എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പല കാലങ്ങളായി പടവെട്ടി നേടിയെടുത്തതാണ് മനുഷ്യൻ ഈ സർഗശക്തി. അപ്പോൾ അതിനെ നിസ്സാരമായി കാണരുത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, പ്രകൃതിയെ മല്ലിട്ടാണ് നമ്മളിതൊക്കെ നേടിയെടുത്തത്. നാടൻ പാട്ടുകളാണ് നമ്മുടെ പാട്ടുകളുടെ ആദ്യ രൂപങ്ങൾ. അപ്പോൾ അധികാര മനോഭാവം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഭരണം, സാമ്രാജ്യത്വ വികസനം, ഇതൊക്കെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു കവിത്വ ശക്തി അല്ലെങ്കിൽ സർഗശക്തി കൊണ്ട് പലപ്പോഴും സാമ്രാജ്യത്വ ശക്തികളെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ മുന്നിൽ നിന്നത് ആ സമയത്ത് കവികളായിരുന്നു അതിൻ്റെ മുൻപന്തിയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വള്ളത്തോളിൻ്റെ പോരാ നാളിൽ ദൂരം ഉയരട്ടെ, ഭാരതലക്ഷ്മദേവിയുടെ തൃപ്പതാകകൾ, ഇതൊക്കെ മാർച്ചിങ് സോങ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കവിത എപ്പോഴും മനുഷ്യന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി മുൻപന്തിയിൽ നിന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ കുറേ കാലം കവിത ആര് കൊണ്ടുപോയി? ദേവതാസ്തോത്രപരമായ കൃതികൾ അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ, വേദങ്ങളൊക്കെ എഴുതാനായി കൊണ്ടുപോയി. അതിൽ നിന്ന് മണ്ണിനെ പൊന്നണിയിക്കുന്നവരായ സംസ്കാര ശില്പികളായ, തൊഴിലാളികളായ, കർഷകരായ വ്യക്തികൾ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് മണ്ണിലെ മനുഷ്യൻ്റെ വേദന പാടേണ്ടവരാണ് കവികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, താൻ ഈശ്വരനല്ല, മാന്ത്രികനല്ല, പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമാണെന്നും പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയ സർഗശക്തി എന്ന് പറയുന്നത് മനുഷ്യത്വമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വയലാറിൻ്റെ കൃതിയുടെ ആ ഒരു ആസ്വാദനം തയ്യാറാക്കാനും ഒക്കെ ചോദിക്കാം. അപ്പോൾ ദിഗ്വിജയത്തിന്, അല്ലെങ്കിൽ ദിഗ് പ്ലസ് വിജയമാണ് ദിഗ്വിജയം. ദിഗ്വിജയത്തിന് തൻ്റെ സർഗശക്തിയാകുന്ന കുതിരയെ ഞാൻ വിട്ടയക്കുന്നു, ആരാണ് അതിൻ്റെ മാർഗം മുടക്കുന്നതെന്ന് തൻ്റെ വിമർശകരോട് ചോദിക്കുന്ന കവിയാണ് നമ്മളിവിടെ കാണുന്നത്. 5ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5ാമത്തെ യൂണിറ്റിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ള സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ചെറുകഥയാണ്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തെ ആസ്പദമാക്കിയാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ദയനീയമായ മുഖം തുറന്നു കാട്ടിയ ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തെ ആസ്പദമാക്കിയാണ് സുഭാഷ് ചന്ദ്രൻ ഈ കഥ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും നിറഞ്ഞ മ്ലാനമായ ചുമരുകളുള്ള വീട്, കിഴവൻ മിറൽ, ജൂലിയാന, ഈ കഥാപാത്ര നിരൂപണം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആ കുട്ടി, അവിടുത്തെ ആ ചെറിയ കുട്ടി അന്ന, അപ്പോൾ അന്നയും അതിലൊരു കഥാപാത്രമാണ്. ആ വീട് ഒരു വെളുത്ത പൂവച്ച് ശവകുടീരം പോലെ വൃദ്ധന് തോന്നുന്നതിന് കാരണം അയാൾ ഖനിയിൽ പോയി മകൻ മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷം തിരികെ വരുന്നതുകൊണ്ടാണ് അയാളുടെ ഉള്ളിൽ ഒരു ദുഃഖസാന്ദ്രതയുള്ളത്. അതാണ് അദ്ദേഹത്തെ ഒരു ശവകുടീരം പോലെ ആ വീടിനെ തോന്നിപ്പിക്കുന്നത്. പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ചില സൂചകങ്ങളിലൂടെയാണ് അവൾ തിരിച്ചറിയുന്നത്. ആഹാരം കഴിക്കാൻ നേരത്തെ തൊലി പൊട്ടിയ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മിറലിൻ്റെ കണ്ണിൽ ചോര പൊടിയുന്നു. കാരണം എന്താണ്? അയാൾ അങ്ങനെ ഒരു അപകട വിവരം അറിഞ്ഞതിന് ശേഷം വരുന്നതാണ്. അയാളുടെ കടക്കണ്ണിൽ ചോര പൊടിയുന്നത് കണ്ടാണ് ജൂലിയാന ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എന്നേക്കുമായി ഉറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നത്. കാരണം ഇനി ആ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ അയാൾ തിരികെ വരില്ല. അതുപോലെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ചിത്രത്തിൽ നിന്ന് തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്ന ഒരു ശബ്ദവും അവൾ കേൾക്കുന്നുണ്ട്. മരണത്തിൻ്റെ സൂചനയാണ്. അവസാനത്തെ ചാപ്റ്റർ മൈക്കലാഞ്ചലോ മാപ്പാണ്. ലോകത്തിലെ മഹോന്നതമായ സൃഷ്ടികളിലൊന്നാണ് പിയത്ത എന്ന ശില്പം. അപ്പോൾ ഈ ശില്പത്തിന് നേരെ ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള പത്രവാർത്തയിൽ നിന്നാണ് ONV കുറുപ്പ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ലാ പിയാത്ത എന്നുള്ള ശില്പം കണ്ടത് കരുണ എന്നാണ് അതിനർത്ഥം. കണ്ട കവിക്ക് അതിനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല. പക്ഷേ
ഈ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കൊണ്ട് തന്നെയാണ് മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരൻ ഇതിനെ തച്ച് തകർക്കുകയും ചെയ്തത്. അപ്പോൾ ആധുനിക കാലം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തെ നമ്മൾ പലപ്പോഴും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന പലതിനെയും തച്ചുടയ്ക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്തിന്റെ സംസ്കാരം. അപ്പോൾ ഇവിടെ തൻ്റെ മടിത്തട്ടിൽ മകന്റെ ശവശരീരം താങ്ങിക്കിടത്തിയിരിക്കുന്ന ഒരമ്മ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. വാത്സല്യാർദ്രതയോടെ തൻ്റെ മകനെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഒരമ്മ. ശില്പ നിർമ്മാണവും വരുന്നുണ്ട്, ഇവിടെ ശില്പഭഞ്ജനവും വരുന്നുണ്ട്, ശില്പത്തെ ഉടയ്ക്കലും വരുന്നുണ്ട്. തൻ്റെ മുത്തിനെ ആരോ കുത്തിപ്പിളർന്ന് നെഞ്ചകം കുത്തിപ്പിളർന്ന് ആ മുത്തിനെയാണ് പാഴ്ചിപ്പി പോലെ അമ്മ എന്ത് ചെയ്യുന്നത്, മടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ കന്യാമറിയത്തെ ചിപ്പിയോടും യേശുവിനെ മുത്തിനോടുമാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇനി യേശുവിന്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെയാണ് ഒഴുകിയ പാടുകൾ കാണപ്പെടുന്നത്. കുരിശിദിന യേശുവിന്റെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കി കന്യാമറിയം മടിയിൽ താങ്ങിക്കിടത്തി. അപ്പൊ തന്നിൽ നിന്ന് അടർന്നുപോയ മുത്തിനെ നെഞ്ചകം കുത്തിപ്പിളർന്ന് വീണ്ടും തന്റെ മടിയിൽ എതിരേൽക്കുന്ന ഒരു ചിപ്പിയെ പോലെ മൂകസങ്കടം ആയിട്ട് അമ്മ ഇരിക്കുകയാണ്. കത്താതെ ഉരുകാതെ ഉള്ളിലെ താപം ഇങ്ങനെ നിറയുന്നതോടെ അമ്മ ഇരിക്കുന്നു. ഈ ശില്പം കണ്ടപ്പോൾ കാണുന്ന എല്ലാവരുടെ കണ്ണുകളും നിറയും. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച ആ ഒരു കാഴ്ചയെക്കുറിച്ച് മൈക്കലാഞ്ചലോയ്ക്ക് നന്ദി പറയുന്നു. മൈക്കലാഞ്ചലോയോട് ഈ ശില്പം തകർത്തതിന് കവി മാപ്പും പറയും. അയ്യപ്പൻ തൻ്റെ മകന്റെ ശവശരീരം പേറ്റിച്ചിയെ പോലെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുന്നു. അതൊരു ഓർമ്മ ചിത്രം കടൽ തീരത്ത്. ഇവിടെ ഒരു ചിത്രം ഏതാണ്, മരിച്ചു കിടക്കുന്ന മകന്റെ ശവശരീരം മടിയിൽ ഇരുത്തി ഉൾത്താപം ഉരുകുന്ന ഒരു സൂര്യശില പോലെ ഇരിക്കുന്ന ഒരു അമ്മ. ഈ ഒരു കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. മലയാളം ഫസ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു ജനറലായിട്ട് ഒരു കവിത തരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് പാരഗ്രാഫ് വൈസ് ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. അതിനൊരു ഹെഡിങ്ങും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ. നന്നായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക.